ഇന്ത്യയിൽ ഉണ്ടാകുന്ന സ്ത്രീപീഡന കേസുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോലെ ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അഡ്വക്കേറ്റും അതുപോലെ രണ്ട് അമ്മായിമാരും കൂടി യാത്ര ചെയ്യുന്ന കാറിനിട്ട് ഒരു ട്രക്ക് വന്നിടിക്കുന്നു. വ്യക്തി ആ സമയത്ത് അയാൾ MLA ആണല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. ആ MLA ആയിരുന്ന വ്യക്തി പൊതുപ്രവർത്തകനാണല്ലോ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒരു അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള സംഭവമാണ്. ഒരാൾ അയാളുടെ ജോലി ഭംഗിയായി ചെയ്യാൻ തുടങ്ങുമ്പോൾ ആളുകളൊക്കെ ആശ്ചര്യപ്പെടുന്നത് ആദ്യമാണ്. സർ, അർണബ് ഗോസ്വാമിയെ രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിക്കാനുള്ള സാധ്യത വരും ദിവസങ്ങളിലുണ്ടോ എന്നിപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട്. കാരണം തുടരെ പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ BJPക്കെതിരെ അദ്ദേഹം ആഞ്ഞടിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ദുരന്തർ എന്ന് പറയുന്ന ഇപ്പം റെക്കോർഡ് കളക്ഷൻ നേടി മുന്നേറുന്ന സിനിമ, ആ സിനിമ കാണരുത്, അതൊരു സാങ്കല്പിക ചിത്രം മാത്രമാണ്. യഥാർത്ഥ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സിനിമ എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതായത് ഉന്നാവോ കേസ് 2017 BJP MLA ആയിട്ടുള്ള കുൽദീപ് സിംഗ് സെങ്കറാണ് അതിലെ പ്രതി. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച വിഷയമാണ്. ധൈര്യമുണ്ടോ എന്നുള്ളതാണ് അർണബിൻ്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള സംഭവമാണ്. ഒരാൾ അയാളുടെ ജോലി ഭംഗിയായി ചെയ്യാൻ തുടങ്ങുമ്പോൾ ആളുകളൊക്കെ ആശ്ചര്യപ്പെടുന്നത് ആദ്യമാണ്. അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അർണബ് ഗോസ്വാമിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. എനിക്ക് നേരത്തെ തന്നെ അർണബ് ഗോസ്വാമിയെ അറിയാം. അദ്ദേഹം ജോലി ഗംഭീരമായി ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ ബിസിനസ് താല്പര്യങ്ങൾ കൊണ്ട് ഇത്രയും കാലം അദ്ദേഹം ഏതാണ്ട് 100ഓളം വരുന്ന ചർച്ചകൾ നടത്തുമ്പോൾ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് വരെ ലാസ്റ്റ് ഒരു 100-150ഓളം ചർച്ചകൾ നടത്തുമ്പോൾ അതിൽ 87 പ്രതിപക്ഷത്തിനെതിരായിരുന്നു എന്നുള്ളത്, 87% പ്രതിപക്ഷത്തിനെതിരായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അതുകൊണ്ട് അർണബ് ഗോസ്വാമിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് അർണബ് ഗോസ്വാമിക്ക് മനസ്സിലായിരിക്കും. ഈ വലിയ തോതിൽ മോശപ്പെട്ട മ്ലേച്ഛമായിട്ടുള്ള ഇത്തരം പണികൾ നടത്തുന്ന ആളുകൾ അറിയേണ്ടത്, നിങ്ങളൊരാളുടെ ഗുണ്ടയായി പണിയെടുക്കുമ്പോൾ നിങ്ങളെക്കാൾ വലിയ ഗുണ്ട വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രാമുഖ്യം നഷ്ടപ്പെടുമെന്നാണ്. അത് തന്നെയാണ് അർണബ് ഗോസ്വാമിക്ക് സംഭവിച്ചിട്ടുള്ളത്. കാരണം അദാനിയും അംബാനിയും ഒക്കെ ചാനൽ ഏറ്റെടുക്കുകയും NDTV 1ാം നിരയിലേക്ക് വരികയും അതുപോലെ തന്നെ മറ്റു പല ചാനലുകളൊക്കെ മുൻപന്തിയിലേക്ക് പോവുകയും 3ാം സ്ഥാനത്തും 4ാം സ്ഥാനത്തൊക്കെ ആയി റിപ്പബ്ലിക് മാറുകയൊക്കെ ചെയ്തു. അതിൻ്റെ കാരണം അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ ചാനലുകൾ മുൻപിലേക്ക് വന്നതാണ് റേറ്റിംഗിൽ. അപ്പോൾ അത്തരത്തിൽ റേറ്റിംഗിൽ മുൻപിലേക്ക് വന്ന ചാനലുകളുണ്ട്. താങ്കൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനി മറ്റൊരു സെക്ഷൻ ഓഫ് ആളുകളെ കൂടി കൃത്യമായി നേടിയെടുത്തേ പറ്റൂ എന്നുള്ളത് അർണബ് ഗോസ്വാമിക്ക് മനസ്സിലായി. പിന്നെ താങ്കൾ പറഞ്ഞ കാര്യം, അർണബ് ഗോസ്വാമി പറഞ്ഞ കാര്യം, നമ്മുടെ കേരളത്തിലെ ജനങ്ങളൊക്കെ തന്നെ ഈ ഉന്നാവോ എന്ന് പറഞ്ഞ കേസ് എന്താണെന്നുള്ളത് ഒന്ന് വിശദമായി പഠിക്കണം. കാരണം 17 വയസ്സെത്തിയ 18 വയസ്സ് തികയാത്ത 16-17 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ജോലിക്കായിട്ട് ഈ കുൽദീപ് സിംഗ് സെനഗർ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം ഇയാൾ അവരെ പീഡിപ്പിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂട്ടാളികൾക്കും കൂടി ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്നു. ആ ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് കൂടി നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അറിയേണ്ടതാണ്. ഈ പെൺകുട്ടി പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. ആ പരാതി സ്വീകരിക്കാൻ കൂട്ടാക്കാതെ പോലീസ് 2ാമത്തെ ഘട്ടത്തിൽ ഈ പറയുന്ന മറ്റൊരാളുടെ പരാതിയിൽ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മാവനുമെതിരെ കേസെടുക്കുന്നു. ആ കേസെടുത്തതിൽ നിന്നും പിന്നീട് അയാളെ പറഞ്ഞു വിട്ടതിന് ശേഷം അയാൾ ഒരു ദിവസം മാർക്കറ്റിൽ പോയിട്ട് തിരികെ വരുമ്പോൾ ഈ പറയുന്ന കുൽദീപ് സിംഗ് സെനഗറുടെ അനിയനൊക്കെ തന്നെ ഈ അനിയനും ഗുണ്ടകളും ചേർന്ന് ഇദ്ദേഹത്തെ ആക്രമിക്കുന്നു. അതിനുശേഷം വീണ്ടും മറ്റൊരാളുടെ പരാതിയിൽ ഈ ഇയാൾക്കെതിരെ കേസെടുക്കുന്നു. ഇയാളെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അകത്ത് വെച്ച് കസ്റ്റോഡിയൽ ഡെത്ത് സംഭവിക്കുന്നു. ആർക്ക്? ഇരയാക്കപ്പെട്ട 17 വയസ്സ് തികയാത്ത പെൺകുട്ടിയുടെ അച്ഛന് അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? കസ്റ്റോഡിയൽ ഡെത്ത് സംഭവിക്കുന്നു, കൊല്ലപ്പെടുന്നു. ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ അറിയണം. ഇതിന് ശേഷം CBI അടക്കമുള്ള ആളുകൾ കേസ് ഏറ്റെടുക്കുന്നു. പോലീസിന്റെ പ്രൊട്ടക്ഷൻ കോടതി കൊടുക്കുന്നു. ആർക്ക്? ഈ പറയുന്ന ഇരക്കും അതുപോലെ പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ കുടുംബത്തിനും. എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? ഒരു ദിവസം ഈ പറയുന്ന പോലെ ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അഡ്വക്കേറ്റും അതുപോലെ രണ്ട് അമ്മായിമാരും കൂടി യാത്ര ചെയ്യുന്ന കാറിനിട്ട് ഒരു ട്രക്ക് വന്നിടിക്കുന്നു. ആ ട്രക്ക് വന്നിടിക്കുമ്പോൾ ട്രക്കിന്റെ നെയിം ബോർഡുകളിൽ നിങ്ങൾ അറിയേണ്ടത് ബ്ലാക്ക് അടിച്ചേക്കാണ്. അതായത് മറ്റേ നമ്പറുകളിൽ ബ്ലാക്ക് അടിച്ചേക്കാണ്. ആ ട്രക്ക് വന്നിടിച്ച് വളരെ ഗുരുതരമായ പരിക്കേറ്റ് ഇവർ രണ്ടുപേരും തൽക്ഷണം കൊല്ലപ്പെടുന്നു. ആര്? 2 അമ്മായിമാർ. എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള 3 പേർ ഒറ്റയടിക്ക് എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. കൂടാതെ ഈ പെൺകുട്ടിയും ഇവരെ സഹായിച്ചുകൊണ്ടിരുന്ന വക്കീലും വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകളേറ്റ് ചികിത്സയിൽ കിടക്കേണ്ടി വരുന്നു മാസങ്ങളോളം. ഇത് കിടക്കേണ്ടി വരുമ്പോൾ സെക്യൂരിറ്റി പേഴ്സൺസിനോട്, അതായത് ഈ പെൺകുട്ടിക്ക് സെക്യൂരിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞാൽ കോടതി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ്, പോലീസുകാർ എന്തുകൊണ്ടാണ് സെക്യൂരിറ്റി പോകാതിരുന്നതെന്ന് ചോദിക്കുന്നു.
പോകാതെ പോലീസുകാർ പറയുന്ന വർത്താനം എന്താണെന്നറിയോ? കാറിനകത്ത് സ്ഥലം ഉണ്ടായില്ലെന്ന്. കാറിനകത്തെ സ്ഥലം ഉണ്ടായില്ല, അതുകൊണ്ട് ഞങ്ങള് പോയില്ല. സിമ്പിൾ. ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തു. അവർ പോയിട്ട് പറ്റേന്ന് വിചാരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മള് ഈ ഇന്ത്യ രാജ്യത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇത് മനസ്സിലാക്കണം. ഇനി ഇത് കൂടാതെ ഈ പെൺകുട്ടിയുടെ അച്ഛനെ അവിടെ വഴിയിൽ വെച്ച് ഗുണ്ടകളും ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിന്റെ ഈ സെനഗലിന്റെ ബ്രദറും കൂടി മർദ്ദിച്ച് അവശനാക്കുന്നത് കണ്ടിട്ടുള്ള ഒരു സാക്ഷി ഉണ്ടായിരുന്നു. ആ സാക്ഷി പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? അസ്വാഭാവികമായ കൊല്ലപ്പെടുന്നു, അസ്വാഭാവികമായി മരിക്കുമ്പോൾ പറയുന്നു കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം എന്ത് ചെയ്താണ്? മരണപ്പെടുന്നു എന്ന് മാത്രമല്ല, ആ CBI അന്വേഷിക്കുമ്പോൾ CBIയുടെ ഉദ്യോഗസ്ഥർ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു? ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നു. ആർക്കും ഒരു അസ്വാഭാവികതയില്ല. ഈ പറയുന്ന ട്രക്കില് കറുത്ത പെയിന്റ് അടിച്ച ആ ബോർഡ് മായ്ച്ചതിന് ശേഷം CBI പറയുന്നു അതിലൊരു അസ്വാഭാവികതയില്ല, അതൊരു നെഗ്ലിജൻസ് ആണെന്ന് പറയുന്നു ആരുടെ? ഡ്രൈവറുടെ. എന്തൊരു അസ്വാഭാവികതയാണ് ഈ ലോകത്ത്, ഈ ഇന്ത്യ രാജ്യത്ത് സംഭവിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതൊക്കെ വിട്ടിട്ട് നമ്മൾ നേരെ എപ്സ്റ്റീൻ ഫയൽസിലേക്ക് ഓടും. എന്തിന്? നമ്മൾ അവിടെ ഭയങ്കര കുഴപ്പമാണ്, ഇവിടെ ഭയങ്കര കുഴപ്പമാണ്, ഈ ലോകത്ത് മുഴുവൻ കുഴപ്പമാണത്. അതിനേക്കാൾ വലിയ കുഴപ്പമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ ഈ പറയുന്ന ദിലീപിന്റെ കേസടക്കമുള്ള ഇവിടെ നടി ആക്രമിക്കപ്പെട്ട കേസിലടക്കം സ്ത്രീകളുടെ ഒപ്പം നിൽക്കുന്നതിന്റെ കാരണം, ഞാൻ ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകളുടെ ഒപ്പം നിൽക്കാത്തതിന്റെ കാരണം ഒരൊറ്റ കാരണമാണ്. ഇതാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. ഏത്? ഒരു പോക്സോ കേസ് ചാർജ് ചെയ്യേണ്ട സെനഗൽ എന്ന് പറയുന്ന ഒരു BJPയുടെ MLA, അയാൾ BJPയുടെ MLA മാത്രമല്ല, അയാൾ നേരത്തെ BSPയുടെ MLA ആയിരുന്നു, മറ്റു പല പാർട്ടികളുടെ MLA ആയിരുന്നു. ഏറ്റവും ഒടുവിൽ അയാൾ BJPയുടെ MLA ആണ്. അപ്പൊ സ്വാധീനമുള്ളവര് എന്തും ചെയ്യാം. അപ്പോഴാണ് മറ്റേ രാഹുൽ ഈശ്വർ വന്നിട്ട് പറഞ്ഞത് സെനഗലിനെയും കൂട്ടി വിളിക്കുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആണുങ്ങൾക്ക് ഇവിടെ രക്ഷയില്ലെന്ന് പറയുന്നത്. എന്തൊരു അസംബന്ധമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഞാൻ വേണമെങ്കിൽ ഇതുപോലെയുള്ള 20 പറഞ്ഞുതരാം. ഇപ്പൊ അസാറാം ബാപ്പു എന്ന് പറയുന്ന ബാപ്പുവിന്റെ കേസ്, അതുപോലെ തന്നെ ഈ പറയുന്ന ഹരിയാനയിൽ എന്താണ് ഒരു ഭൂലോക ഉടായിപ്പ്, മറ്റേ വലിയ സ്വാമിയായിരുന്നു, അവനെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 15 ലക്ഷം അനുയായികളാണ് എന്ത് ചെയ്തത്? ഗുർമീത് സിംഗ് റാം റഹീം സിംഗ് ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു? ഇപ്പൊ 2 മാസം കൂടുമ്പോ ജാമ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കിട്ടുന്ന പോലെ. അപ്പൊ ദീപിക്ക് കിട്ടുന്ന പോലെ എന്നുള്ളത് താങ്കൾക്ക് കൂട്ടിച്ചേർത്തില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ താങ്കൾ കൂട്ടിച്ചേർത്ത്, അതിന് കുഴപ്പമില്ല. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, ഈ നമ്മൾ പറയുന്ന മാറ്ററിൽ ഉറച്ചു നിന്നാൽ ഇത്തരത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന സ്ത്രീപീഡന കേസുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമുള്ളൂ. ഇനി TP കിട്ടുന്ന പോലെ എന്ന് പറഞ്ഞാൽ നാക്കുകൊണ്ട് വേറൊരു കാര്യം കൂടി പറയണം. ഏതാണ്? മറ്റേ ഗുസ്തിയുടെ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് കിട്ടിയ എന്തുപോലെ കേസ് പോലെ. അത് പറയാനായിട്ട് ചെറിയ ഈ പറയുന്ന പോലെ എന്താണ്, ശാഖയിൽ പോകുന്ന ആൾക്ക് നാക്ക് പോകൂലായിരിക്കും, എനിക്ക് മടിയില്ല. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം തന്നെ ആർക്കെതിരെ പീഡനം നടത്തിയത്? ഇന്ത്യയുടെ കായിക താരങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, അധികാരമുള്ളവർക്ക് എന്തും ചെയ്യാം. അധികാരമില്ലാത്തവന്റെ ഒപ്പം സുഹൃത്തെ, ഈ കൊച്ചു കേരളത്തിൽ പോലും ഉണ്ട്. പിണറായി വിജയൻ സാറിന്റെ ഭരണത്തിൽ പോലും നടക്കുന്നു. പിണറായി വിജയൻ അല്ല, ഇനിയിപ്പോ ഈ കാൾബാക്സോ എംഗൽസോ വന്ന് ഇവിടെ ഭരണം നടത്തിയാലും ഇവിടെ ഉള്ളത് ഒരു പുരുഷ മേധാവിത്വമാണ് എന്നാണ് സുഹൃത്തെ ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെയെങ്കിൽ ദിലീപ് വിട്ടുപോകുമായിരുന്നോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ TP കേസിൽ ശിക്ഷ വിധിക്കുമ്പോഴത്തേക്കും ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പോകാത്തത് UDF ഭരിക്കുമ്പോഴല്ലേ? എന്താ മിണ്ടാത്ത? എന്താ? അപ്പൊ നിങ്ങൾ അറിയേണ്ടത്, ഈ UP ഇപ്പൊ താങ്കളുടെ മറ്റേ വളരെ ആരാധ്യ പുരുഷനായിട്ടുള്ള യോഗി ആദിത്യനാഥല്ലേ ഭരിക്കുന്നത്. അപ്പൊ എന്താ മിണ്ടാത്തത്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ഇന്ത്യയിൽ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇരകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എന്താണ് മറ്റേ പുരുഷ സഹായ സംഘമെന്നോ മറ്റേ സാഹിത്യ സംഘമെന്നോ ഒക്കെ പറഞ്ഞുള്ള കുറച്ച് അശ്ലീല സംഘങ്ങളൊന്നും ഇവിടെ ഈ പറഞ്ഞ പുരുഷാവകാശത്തിന് വേണ്ടി ഒന്നും ആവശ്യമില്ല. പിന്നെ ഏറ്റവും വലിയ കാര്യം മറ്റേ വുമൻസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞതിൽ പുരുഷ കമ്മീഷൻ എന്നിട്ട് എന്തൊക്കെ കിട്ടാനാണ്? ഇവിടെ വുമൻസ് കമ്മീഷൻ ആയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇത്രയൊക്കെ കാര്യമുള്ളൂ. ഇതാണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അർണബ് ഗോസ്വാമിയുടെ മാറ്റർ ആണെങ്കിൽ അർണബ് ഗോസ്വാമി അത് വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആരവല്ലി കേസടക്കം, ദുരന്തരടക്കം, ഈ പറയുന്ന പോലെ ഉന്നാവോ കേസടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഇടപെട്ടിരിക്കുന്നു. ഒരു കാര്യമുണ്ട്, അദ്ദേഹം അത് പറയുന്നതിന് നമ്മൾ അദ്ദേഹം സമ്മതിച്ചു കൊടുക്കണം. കാരണം കോടതി എന്നിട്ട് വിധിച്ചേക്കണം എന്താണെന്നറിയോ ഉന്നാവോ കേസിൽ? അതും കൂടി അറിയണം ജനം. കോടതി വിധിച്ചേക്കണത്, ഡൽഹി ഹൈക്കോടതി അങ്ങോട്ട് വിധിച്ചേക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡൽഹി ഹൈക്കോടതി നോക്കിയപ്പോഴത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോക്സോ കേസുകളിൽ വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പീഡിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്നാലോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ പറഞ്ഞ പോലെ പീഡിപ്പിക്കപ്പെടുന്നവരായി മാറിയാലോ ശിക്ഷ കൂടുതലാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഇദ്ദേഹം പൊതുപ്രവർത്തകരാണോ അല്ലയോ എന്ന് കൃത്യമായി ഈ നിയമം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആര്? ഒരു MLA ആയിരുന്ന വ്യക്തി ആ സമയത്ത് അയാൾ MLA ആണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ആ MLA ആയിരുന്ന വ്യക്തി പൊതുപ്രവർത്തകനാണോ അല്ലോ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്.
പിന്നെ ആരാണ്? പഞ്ചായത്ത് മെമ്പർ മാത്രമാണ് പൊതുപ്രവർത്തകൻ. പിന്നെ MP-മാർ പൊതുപ്രവർത്തകരല്ലേ? എന്താണ് ഈ കോടതി പറയുന്നതെന്ന് അറിയില്ല. പിന്നെ കോടതി ഒരു ഭാഗ്യം ഉണ്ടായി, കാരണം വെച്ചാൽ ഈ കേസ് വന്ന ഇയാൾക്ക് വേറൊരു കേസ് ഉണ്ടായതുകൊണ്ട് ഇയാളെ ജയിലോടുന്നപ്പോൾ തന്നെ വിട്ടില്ല. കാരണം വിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു, നേരെ വീണ്ടും പിടിച്ച് എന്ത് ചെയ്തു, വീണ്ടും അപ്പീൽ പോകാൻ പറ്റി. അപ്പീൽ പോയപ്പോൾ സുപ്രീം കോടതി അത് എന്ത് ചെയ്തു, സ്റ്റേ ചെയ്തു. ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് തോന്നി. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതാണ് ഒരു ന്യായം പറഞ്ഞേക്കുന്നത്, പൊതുപ്രവർത്തകനെ കൃത്യമായിട്ട് എന്ത് ചെയ്തില്ല, ഡിഫൈൻ ചെയ്തില്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞേക്കുന്നതാണ് ഏറ്റവും തമാശ. കോടതിക്ക് അങ്ങനെ ഒരാളെ അനിശ്ചിത കാലത്തേക്ക് കസ്റ്റഡിയിലൊന്നും വെക്കാൻ പറ്റില്ല. ഇരകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം, ഇരകളെയും അവർക്ക് ബന്ധപ്പെട്ട ആളുകളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ്. പോലീസ് ആ ജോലി ചെയ്യില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഭയങ്കര വാദമായി പോയി. ഏത് ഒരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയായിരുന്നു, ആ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ ഒപ്പം സത്യത്തിന് വേണ്ടി നിന്നു എന്നുള്ളതിന്റെ പേരിൽ 4 കൊലപാതകങ്ങൾ കൂടി നടന്നിട്ടുള്ള ഒരു കേസിൽ കോടതി പറയാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളെ അങ്ങനെ നമുക്ക് വെറുതെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, പോലീസ് അവരുടെ ജോലി ഭംഗിയായി ചെയ്തോളൂ. ഗംഭീരം. ഈ ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ ധൈര്യമുണ്ടോ ബോളിവുഡിന്? അല്ല, നിങ്ങളുടെ ഡാൻസ് ദുരന്തറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അതൊരു സാങ്കല്പിക സിനിമ മാത്രമാണ്. അല്ല, ഒരു കാര്യത്തിൽ വലിയ ദുരന്തരം എനിക്കറിയില്ല, ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഞാൻ എൻ്റെ കഥ വായിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം അർണബ് ഗോസ്വാമി ചോദിച്ചത് കറക്റ്റാണ്. കാരണം ഉന്നാവോ പോലൊരു കേസിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു സിനിമ ചെയ്യാനായിട്ട് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതൊരു ഗംഭീര സിനിമയായി വരേണ്ടതാണ്. ആ പെൺകുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ഇപ്പോഴും വലിയ അസുഖങ്ങൾ ബാധിച്ചും ജീവിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. വലിയ തോതിൽ ഇന്ത്യയിലെ ജനം മുഴുവൻ അറിയേണ്ട ഒരു കഥയാണ്. അല്ലാതെ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ചവറ സാഹിത്യങ്ങൾ ഇറക്കി വിടുകയും എന്നിട്ട് അതിനൊക്കെ ഈ പറയുന്ന പോലെ എന്ത് കയ്യടി കിട്ടുകയും മറ്റേ അവാർഡ് കൊടുക്കുകയും ചെയ്യുന്ന പണി നിർത്തിയിട്ട് ഇതൊക്കെ ചെയ്യേണ്ടതാണ്. വാളയാറിൽ സംഭവിച്ച കാര്യത്തിനെ കുറിച്ചും സിനിമകൾ കേരളത്തിലും എടുക്കേണ്ടതാണ്. രംഗത്ത് വരണം. വാളയാറിൽ സംഭവിച്ച കാര്യം താങ്കൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ വീണ്ടും അതിനെക്കുറിച്ചും ഡീറ്റെയിൽസ് പറയാം. അതിലും ഇതുപോലെ CBI ചെയ്തിട്ടുള്ളതും അതുപോലെ മറ്റുള്ള ആളുകൾ ചെയ്തിട്ടുള്ളതിനെ കുറിച്ചും വലിയ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വാളയാർ മുതൽ ഉന്നാവ് വരെയുള്ള കേസുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് യാതൊരു വിധത്തിലുള്ള നീതിയും ഇതുവരെ കിട്ടാത്തൊരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ രാജ്യത്ത് നിന്നുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന മറ്റേ ഈ പറയുന്ന പോലെ എന്താണ് സ്വയം സഹായ പുരുഷ സഹകരണ സംഘം, അതായത് പീഡിപ്പിക്കാൻ വേണ്ടി സ്വയം സഹായ പുരുഷ സംഘമൊക്കെ രൂപീകരിക്കുക എന്ന് പറയുന്ന അശ്ലീലങ്ങളെയും ചില പേറിക്കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് കൂടി പറയാൻ താങ്കൾക്ക് നാക്കുണ്ടാകണം എന്ന് മാത്രമേ എനിക്ക് പറയാം. താങ്കളുടെ അഭിപ്രായം തീർച്ചയായിട്ടും. മറ്റേ താങ്കളുടെ അഭിപ്രായം അല്ല ഇത്. താങ്കൾ ഇതിലൊരു വസ്തുതാവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു, ഞാൻ തിരുത്തുകയാണ്. ശാഖയിൽ പോകുന്ന യോഗി ആദിത്യനാഥിനെ ആരാധനയോടെ കാണുന്നതെന്ന് പറയുന്നത് വസ്തുതാ വിരുദ്ധമാണ്. അത് വസ്തുതാ വിരുദ്ധമാണെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ. പക്ഷെ താങ്കളുടെ പല വർത്തമാനത്തിലും ആറ്റിറ്റ്യൂഡുകളിലും താങ്കളുടെ വേദനിക്കുന്ന മനസ്സൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അതാണെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. ഒറ്റ കാര്യമുള്ളൂ, പിൻവലിക്കുന്നു. പക്ഷെ താങ്കൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ തയ്യാറാകാത്തത് എന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. നമുക്ക് അടുത്തൊരു ചർച്ചയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം.